പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കുന്നു. എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. നല്ലീശോയെ, ഇന്ന് അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് നിൻ്റെ കൃപകളാൽ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, വിശുദ്ധരുടെ ജീവിതം വിശുദ്ധിയോടുകൂടി നയിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, അങ്ങ് ശിഷ്യന്മാരോട് പാപത്തിൽ വീഴാതിരിക്കുവാനും പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും പ്രത്യേകമായി ഇന്നത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. പാപഹേതുവാകുന്നത് എത്രമാത്രം വിലപ്പെട്ടതോ പ്രിയപ്പെട്ടതോ ആയാലും അത് നാം ഉപേക്ഷിക്കണം. ഏത് സാഹചര്യമാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും, ഏത് ബന്ധങ്ങളാണെങ്കിലും, ഏത് വസ്തുക്കളാണെങ്കിലും, ആ സാഹചര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളെ ഓർത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. എൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ മുഖം മാത്രം ഞാൻ തേടിക്കൊണ്ട് അങ്ങയുടെ മുഖപ്രകാശത്തിൽ ജീവിക്കുവാൻ തക്കവിധം നീ എന്നെ അനുഗ്രഹിക്കണമേ. ഹോറബ് മലയിൽ ഏലിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ജ്വലിച്ചതുപോലെ ഞങ്ങളും അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണം. കുവൈറ്റിൽ അഗ്നിയുടെ പിടിയിൽ അമർന്ന് മരിക്കപ്പെട്ട എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. തിന്മയുടെ പിടിയിൽ അകപ്പെടാതിരിക്കുവാൻ, പാപസാഹചര്യം വീഴാതിരിക്കുവാൻ, പ്രകൃതിക്ഷോഭങ്ങളോ അസ്വസ്ഥതകളോ അപകടങ്ങളോ അവർക്ക് സംഭവിക്കാതിരിക്കുവാൻ അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. എൻ്റെ കൃപയും ചെയ്യും ലഭിക്കാതെ പോകുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ കരുണയും സ്നേഹവും ചൊരിഞ്ഞ് അവരെ ഓരോരുത്തരെയും വീണ്ടെടുക്കണമേ. നേരെ പുരുഷൻ്റെ രക്ഷയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങളുടെ മേൽ വന്ന ഞങ്ങളെ ഇവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.